ആരൊക്കെയാ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഞാനും സ്വാധീൻ കൂടെ പോകുന്നുണ്ട്. പിന്നെ അങ്കിളും വല്യപ്പച്ചയും മനയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മോളെത്തിയല്ലോ. ഇത് എന്റെ ബാഗല്ലേ? മോളെ, നിന്നെ ചികിത്സയ്ക്ക് ഗോവിന്ദ് മനയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം നീ മറന്നോ? അതിനാ ഗോവിന്ദ് വന്നത്. ലച്ചു മാത്രമല്ല, സഞ്ജു ഞാനും കൂടെ വരുന്നുണ്ട്. അല്ല, ഒരു തലവേദനയ്ക്ക് അത്രയും ദൂരെ പോയി ചികിത്സ നടത്തണോ? ഇതൊരു തവണ ചെയ്താൽ മതി, പിന്നെ തലവേദന തിരിച്ചു വരില്ല. മോൾ അവരോട് പോയിട്ട് വാ. ഞങ്ങളുടെ എല്ലാ അനുഗ്രഹവും നിനക്കുണ്ടാവും. നിന്റെ അസുഖം മാറാൻ ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കും. അത് വേണം ലച്ചു. നിന്നെ കാണാൻ ഞങ്ങൾ വരുന്നുണ്ട്. നീ പോയി അസുഖം ഭേദമായിട്ട് വാ. അല്ല, ഞാനിപ്പോ അവിടെ ഒരുപാട് ദിവസം കഴിയണോ? അങ്ങനെ വേണ്ടി വന്നാൽ ലച്ചു അത് ചെയ്യണം. അതിനല്ലേ സഞ്ജു സ്വാധീൻ കൂടെ വരുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു തലവേദനയുടെ ചികിത്സയ്ക്ക് പോകുന്ന എന്നെ എന്തിനാ എല്ലാവരും ഇങ്ങനെ ഉപദേശിച്ചയക്കുന്നത്? ഹലോ. ആ ശരി അങ്കിൾ, ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞു. അങ്കിളും വല്യപ്പച്ചും പുറപ്പെട്ടു കഴിഞ്ഞു. എന്നാ പിന്നെ ഞാൻ ലച്ചുവിന്റെ ബാഗ് കാറി കൊണ്ടുവയ്ക്കാം. എന്നാ ഇറങ്ങാം. എന്നാ ചെല്ലു മോളെ. ഞാൻ പോയിട്ട് വരട്ടെ. നന്നായി വരും. പോയിട്ട് വാ. അമ്മേ, പോയിട്ട് വാ. പോയിട്ട് വാ മോനെ. വാ. എന്റെ ദേവി, അവള് മടങ്ങി വരുന്നത് പഴയ അമ്മ ആയിട്ടായിരിക്കണേ.